ഹായ് എല്ലാവർക്കും ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടുന്ന ഒരു ഡ്രിങ്കുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. കുറച്ചൊരു പുളിപ്പുള്ള തൈരായിരിക്കണം. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതാണ്, ചെറിയുള്ളി കുറച്ച്, ഇഞ്ചി ചെറിയ പീസാക്കി കട്ട് ചെയ്തത്, കറിവേപ്പില. പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും ചതച്ചിട്ട് ചേർക്കണം. ഒരു കല്ല് വെച്ചിട്ട് നല്ലപോലെ ചതച്ച് കൊടുക്കാം. ഇത് തൈരിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം ഇങ്ങനെ തന്നെ ചതച്ചിട്ട് ചേർക്കണം, എന്നാലാണ് തൈരിലേക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇറങ്ങി വരുള്ളൂ. മിക്സിയിൽ അടിച്ച് ചേർക്കുന്നതിനേക്കാളും ഇങ്ങനെ കല്ല് വെച്ചിട്ട് ചതച്ച് കൊടുത്താൽ ആണ് നല്ലത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. തൈരിൻ്റെ കട്ടകളെല്ലാം ഉടഞ്ഞ് കിട്ടണം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. തൈരെടുത്ത ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. കറിവേപ്പില നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയെല്ലാം കറക്റ്റാണ്. എരിവൊക്കെ കറക്റ്റാണ്. ഇഞ്ചിയുടെ ഈ എരിവും പച്ചമുളകിൻ്റെ എരിവും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തണുപ്പിന് വേണ്ടി കുറച്ച് ഐസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഐസും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് തൈരാണ്. അപ്പോൾ ഹോം മെയ്ഡ് തൈര് വേണ്ടിയവർക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മോരും വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂടിന് ജ്യൂസൊക്കെ കുടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ മോരും വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത്. നല്ല ഹെൽത്തിയാണ്. നമുക്ക് ശരീരത്തിന് നല്ല ഉന്മേഷവും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്